Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കോണ്ടിനെന്റൽ ഡിഷാണ്, ചിക്കൻ ചീസ് ഫ്രൈസ്. നമ്മൾ മലയാളികളുടെ ഒരു ഹാബിറ്റ് ഉണ്ട്, നമ്മളെ എത്രയൊക്കെ ആയാലും നമ്മളെ നാടൻ ഫുഡ് കഴിഞ്ഞ് നമ്മളൊന്ന് ട്രൈ ചെയ്തില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാതെ നമ്മളുടെ ലൈഫ് വളരെ ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ടൈം പീരീഡിൽ തന്നെ നമ്മളുടെ മാക്സിമം വേൾഡിലുള്ള ഡിഷസുകളൊക്കെ ട്രൈ ചെയ്യുക. സ്ഥിരമായിട്ടുള്ള നമ്മളുടെ കംഫർട്ട് ഫുഡ് സോണിൽ നിന്ന് മാറിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷുകൾ ട്രൈ ചെയ്യുക. ഒരു പക്ഷേ നമ്മൾ പുതിയ ഡിഷുകൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ പുതിയ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നമ്മളുടെ ചാനലിലൂടെ വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ ചീസ് ഫ്രൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള മിസംബ്ലേസ് നമുക്ക് റെഡിയാക്കി വെക്കാം. ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ നമുക്ക് പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് പീൽ ചെയ്തെടുക്കാം. നമ്മൾ പൊട്ടറ്റോ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിപ്പമുള്ള പൊട്ടറ്റോ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഒരു 400 ഗ്രാം പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ കട്ട് ചെയ്തതിന് ശേഷം നല്ല ചിൽഡ് ആയ വെള്ളത്തിലേക്ക് ഇട്ട് എടുത്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി വളരെ തിന്നായിട്ടാണ് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഡിഷ് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ടൊമാറ്റോയും അതുമാതിരി തന്നെ ഒനിയനും നല്ല രീതിയിൽ ഫൈൻ ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ ഡിഷ് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാർസ്ലിയാണ്. പാർസ്ലി നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മല്ലിയില ചോപ്പ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തത് 300 ഗ്രാം ഉള്ള ഒരു ചിക്കൻ ബ്രസ്റ്റ് ആണ്. നമ്മുടെ ചിക്കൻ വെച്ചതിന് ശേഷം നമുക്ക് നാപ്കിൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർഫ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളുടെ ചാനലിൽ ഒരു ചിക്കൻ എങ്ങനെ ബോൺലെസ് ആക്കാന്നുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി വളരെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മളിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ഈ ചിക്കൻ്റെ മാരിനേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാരിനേഷൻ ആണ്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1/4 ടീസ്പൂൺ ഒറഗാനോ ആണ്. ഒറഗാനോ നമുക്ക് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാം. അടുത്തതായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പൊട്ടറ്റോ ഒരു ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് ഒന്ന് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി സ്റ്റൗവിലേക്ക് പാൻ വെച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായുള്ള ഓയിൽ ഒഴിക്കാം. നമുക്കിതിലേക്ക് ഓയിൽ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ഇടാം. ഹലോ സിരി, സെറ്റ് ദ ടൈമർ ഫോർ 1.5 minutes. നമ്മൾ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അടുത്തതായി സ്റ്റൗവിലേക്ക് പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ചെറിയൊരു പീസ് ബട്ടർ നമുക്ക് ഇതിലേക്ക് ഇടാം. ബട്ടർ മെൽറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഓയിൽ ഒഴിച്ചായാലും നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചീസ് സോസ് ഉണ്ടാക്കുവാനായിട്ട് ആദ്യമായിട്ട് തന്നെ നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം 10 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇടാം. ബട്ടർ ഇട്ട് നന്നായി മെൽറ്റ് ആയതിനു ശേഷം 10 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ഇതിലേക്ക് ഇടാം. നമുക്ക് മൈദ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇത് നന്നായി തിക്കായതിനു ശേഷം 1 കപ്പ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മിൽക്ക് ഒഴിക്കാം. മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. സീസൺ ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഫ്രഷ്ലി ഗ്രേറ്റ് ചെയ്ത ബ്ലാക്ക് പെപ്പർ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ റൂ ബോയിലായി തിക്കായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത 1/2 കപ്പ് ചെഡാർ ചീസും 1/2 കപ്പ് മൊസറല്ല ചീസുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടുവാനായിട്ട് നമ്മൾ ഇന്നൊരു 1/2 ടീസ്പൂൺ സ്മോക്ക് പാപ്രിക്ക ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് സ്മോക്ക് പാപ്രിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ചീസ് സോസ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെഡാർ ചീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ചീസ് സോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രീമി, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മുടെ ചീസ് സോസ് നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റവ് ഓഫാക്കി ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗാർലിക് സോസ് ആണ്. ഗാർലിക് സോസ് ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറ് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്കൊരു എഗ്ഗ് ക്രാക്ക് ചെയ്ത് ഒഴിക്കാം നമുക്ക്. അതിനുശേഷം നല്ല വലിപ്പമുള്ള ഒരു 6 ഗാർലിക്ക് നമുക്ക് ഇതിലേക്ക് ഇടാം. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സീസൺ ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ്, അതേമാതിരി ഫ്രഷായി ഗ്രൈൻഡ് ചെയ്തെടുത്ത 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ വിനെഗർ. മാക്സിമം നിങ്ങൾ ആപ്പിൾ സൈഡർ വിനെഗർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആപ്പിൾ സൈഡർ വിനെഗർ നമ്മളുടെ വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതിനുശേഷം നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്ന ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്കിത് നിർത്താം. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ ബ്ലാഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഫ്രൈസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഫ്രൈസ് ഞാനൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കോൺ സ്റ്റാർച്ച് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കോൺ സ്റ്റാർച്ച് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത്. ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓയിലിലേക്ക് ഇടാം. ഫ്രൈസ് ഓയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കാണ്ട് തന്നെ 1 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ കോൺ സ്റ്റാർച്ച് ഫ്രൈസിൽ നിന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ മിക്സ് ചെയ്യാത്തത്. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഫ്രൈസ് ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിപ്പമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വലിപ്പമുള്ള പൊട്ടറ്റോയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഈ ഫ്രൈസ് വളരെയധികം ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കണം. ബ്ലാഞ്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലുള്ള ഓയിലിലേക്ക് നമ്മളൊരു 1.5 മിനിറ്റ്സ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഈ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ബ്ലാഞ്ചിങ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കുലിനറി ടേംസ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മൈൻഡിലേക്ക് കീപ്പ് ചെയ്തിരിക്കുക. പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൈസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അതും തണുത്ത വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടേണ്ടത്. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ വെള്ളത്തിലിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് ആയിട്ട് ഇതൊരു ബ്രൗൺ കളറിലേക്ക് വരും. ഈ പറയുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ആ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൾഡ് വാട്ടറിലേക്ക് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തിടുന്നത്. അതുമാതിരി തന്നെ മാക്സിമം നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡിഷസ് കഴിക്കാണ്ടിരിക്കാൻ നോക്കുക. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പൈസ സേവ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഹെൽത്തും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡിൽ കാണാൻ താല്പര്യമുള്ള ഡിഷുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഈവഞ്ചലി ഞാനത് നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്യുന്നതാണ്. ഗൈസ്, അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്സ് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാതിരി കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങളുടെ മൈൻഡിലൊന്ന് കീപ്പ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളുടെ ഡിഷ് നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫ്രൈസ് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ടൊമാറ്റോ, കുറച്ച് ഒനിയൻ, കുറച്ച് പാർസ്ലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൊറിയാണ്ടർ ലീവ്സ്. അടുത്തായിട്ട് നമ്മളുടെ ചീസ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിടാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മളുടെ ഗാർലിക് സോസ്.
അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പാപ്രിക്ക അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി നല്ല ഫൈൻ ആയിട്ടുള്ള സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഡസ്റ്റ് ചെയ്യാം ഇതിന്റെ മുകളിലേക്ക്. ഗൈസ്, നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ക്വസ്റ്റ്യൻസും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതിയിരിക്കുക. നിങ്ങൾ ഇനിയും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഓണാക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.